ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാട്ടോ. നമ്മൾ കോഴിക്കോട്ടിലെ വിശേഷങ്ങളാണ്. ഞങ്ങൾ അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 12:45 ആയിട്ടുണ്ടാവും. അന്ന് ഫ്രൈഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് മിസ്സായതുകൊണ്ട് നമുക്കെന്നാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനായി. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് പോയ സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വഴിയില്ലായിരുന്നു കയറാനൊന്നും. അങ്ങനെ ഞങ്ങളിത് പിന്നെയും വേറെ എവിടെയെങ്കിലും പോയി കയറാനായി. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ നിർത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്. എന്നാൽ പിന്നെ ആ ഹോട്ടലിൽ കയറാൻ. അങ്ങനെ അവിടെ അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൺലിമിറ്റഡ് ആട്ടോ. നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് എത്ര വിട്ട് വേണമെങ്കിലും പായസമാണെങ്കിലും എല്ലാം നമുക്ക് കിട്ടും. അടിപൊളിയായിരുന്നു കേട്ടോ സദ്യ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നമുക്ക് മോൾക്ക് പാല് കൊടുത്തുകൊണ്ട് തന്നെ മോൾ കുറച്ചൊരു അടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ അവിടെ നിന്ന് സെറ്റായി ഇറങ്ങുകയായിരുന്നേ. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം മിഠായി തെരുക്ക് പോകാൻ. കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ടൈം പോകണം. നമുക്ക് ഈവനിങ് ഫംഗ്ഷന് കയറിയാൽ മതിയല്ലോ. സോ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോർമലായിട്ട് എല്ലാവരും വിചാരിക്കില്ലേ ഫംഗ്ഷനായിട്ട് എന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കുറച്ച് ഫ്രീ ആയിട്ട് ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് എടുത്തിട്ട്, സൽവാറൊന്നും ഇടാതെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി. അവിടെ നിന്ന് പിന്നെ അലുവയൊക്കെ വാങ്ങിയിട്ട് ഇവിടുത്തെ ഗോതമ്പ് അലുവ ഭയങ്കര ടേസ്റ്റായിട്ട് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെറിയ ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞു. അവിടുന്ന് നേരെ വണ്ടി എടുത്തു. നമുക്ക് ബൈപ്പാസും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലൊക്കേഷനിലേക്ക് തന്നെ ഇടാൻ. അപ്പോൾ നമ്മളെന്തായി ഹൈവേയിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്. ഇടയിൽ മോള് കരച്ചിലും അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ടൈം ഇതിനകത്ത് കാണിക്കണ്ടാവുമല്ലോ അല്ലേ. 4:33 ആയി, 4:30 ആയി. സോ ആളവിടെ അടങ്ങി കിടന്നു കേട്ടോ. ഫ്രണ്ടിലൊരു പില്ലോ വെച്ചിട്ട് ആളെ കിടത്തിയാൽ മതി. ആൾക്ക് ഇങ്ങനെ എടുക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ കിടക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച് കുറച്ച് വണ്ടി ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പമ്പ് സൈഡ് കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങി ജസ്റ്റ് ഫ്രഷപ്പ് ആവണം എല്ലാവർക്കും കൂടി. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു പമ്പ് സൈഡിൽ നിർത്തി. അവിടെ നിന്ന് എല്ലാവരും ഫ്രഷായി. ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്ക് അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കുറച്ച് നേരം അവിടെ നിന്നിട്ടാട്ടോ പിന്നെയും നമ്മൾ യാത്ര തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ്റെ സമയത്തിട്ട് നമ്മളവിടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം താമസിച്ചായിരുന്നു. അപ്പോൾ ടൈം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ അവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ സ്ഥലത്തെത്തി. പിന്നെ എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇടയ്ക്ക് കോലുകൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ മാമാൻ്റെ വീട്ടിൽ മാമ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഫ്രഷായി അവിടുന്ന് നമുക്ക് തിരിച്ച് പോരാനായി. അങ്ങനെ ഞങ്ങളിതാ മാമായുടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് വളാഞ്ചേരി തന്നെ കേട്ടോ മാമാൻ്റെ വീട്. അങ്ങനെ മാമ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കടയിൽ കണ്ടു. കടയിൽ നിർത്തി. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ലാഭമുള്ളത് കുളത്തൂരിലൊരു കടയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടോ. അവിടെ ഭയങ്കര വില കുറവായിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ യാപ്പണി നോക്കി. സൗണ്ടൊക്കെ ആകതായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കാൻ എനിക്ക് വയ്യാതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് പിന്നെ ഇറങ്ങി. എനിക്ക് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് എത്തിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ വണ്ടി എടുത്തന്നെ. അവിടെ ഞങ്ങൾ പമ്പിൽ കയറി ബാത്റൂമിലൊക്കെ പോയി. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം എയർപോർട്ടിൽ അവിടെ തന്നെ. നമ്മളെപ്പോഴും യാത്ര പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അവിടെ വരും. ജസ്റ്റ് അവിടെ കയറിയിട്ട് ബാത്റൂമിലൊക്കെ കയറി ചായ കുടിച്ചിട്ടാണ് പോവുക. അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു. അവിടെ കുറച്ച് നേരം കുട്ടികൾക്കാണ് എല്ലാവർക്കും ഈ വണ്ടീൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇതാണല്ലോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ നാട്ടിലേക്കുള്ള അതായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് എടുക്കാനോ പറയാനോ പറ്റിയിട്ടില്ല. കുറച്ചായിട്ട് ഇതാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും വ്ളോഗ്സായിട്ട് നല്ല രീതിയിൽ എന്തായാലും എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ എന്തായാലും ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.